ബഹുമാന്യ നാട്ടുകാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഭാരതരത്ന ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ 133ാമത് ജന്മദിന ആഘോഷ പരിപാടികൾ ഇന്ന് രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുകയാണ്. ഇതിന്റെ ഭാഗമായുള്ള അനുസ്മരണ പരിപാടിയുടെ ഭാഗമായി അംബേദ്കർ സ്മാരക സമിതി സംഘടിപ്പിച്ചിട്ടുള്ള അനുസ്മരണ സമ്മേളനമാണ് ആരംഭിക്കുന്നത്. ഈ സമ്മേളനത്തിൽ ജയന്തി ആഘോഷ സമ്മേളനമാണ് ആരംഭിക്കുന്നത്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് സാമൂഹ്യ പ്രവർത്തകരും KPMSന്റെ സമുന്നതനായ നേതാവുമായ ശ്രീ CB സാബുവാണ്. ഈ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് അഡ്വക്കേറ്റ് ശ്രീ വേണു സാറാണ്. അദ്ദേഹം നിയമ വിദഗ്ധനാണ്. അതുപോലെ തന്നെ ഈ സമ്മേളനത്തിൽ ആശംസകൾ അർപ്പിക്കുന്നത് കുറ്റിത്തോട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീ സുഗതൻ കാളപ്പറമ്പില്, SC ഓർഗനൈസേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ പ്രിയങ്കനായ സെക്രട്ടറി ശ്രീ M.E. നാരായൺ, KPMSന്റെ അരൂർ ഏരിയ യൂണിയൻ കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ VM പ്രവീൺകുമാർ, KPMS ബ്രാഞ്ച് നമ്പർ 21 പ്രസിഡന്റ് ശ്രീ അനീഷ്, ജനകീയ സമരസമിതിയുടെ നേതാവ് ശ്രീ അജിത്ത്, ശ്രീ വിതിൻ കുമാർ അടക്കമുള്ളവരാണ്. നമുക്കറിയാം, ഈ കാലഘട്ടത്തില് അംബേദ്കറെ അനുസ്മരിക്കുമ്പോൾ നാം ഇന്നിവിടെ അംബേദ്കറെ അനുസ്മരിക്കുകയാണ്. പക്ഷേ ഇത് അദ്ദേഹത്തിന് വേണ്ട അംഗീകാരം, ആദരവ് നമ്മുടെ രാജ്യം കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് ഈ അവസരത്തിൽ ഒരു സംശയമുള്ള കാര്യമാണ്. കാരണം ഈ രാജ്യം ഭരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ മുഴുവൻ ഭരണഘടനാ സ്ഥാപനങ്ങളും പഞ്ചായത്ത് ഭരണസമിതി മുതൽ അങ്ങ് സുപ്രീം കോടതി വരെ അല്ലെങ്കിൽ പാർലമെന്റ് വരെ പ്രവർത്തിക്കുന്നത് മഹാനായ ശ്രീ അംബേദ്കർ ചെയർമാനായുള്ള സമിതി രൂപകൽപ്പന ചെയ്ത ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. നാം എല്ലാവരും തന്നെ ഇത് നമ്മുടെ നാട്ടില് ആസനമായ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഈ പാർലമെന്റിലേക്ക് ആലപ്പുഴയുള്ള തിരഞ്ഞെടുക്കപ്പെടുന്നവര് പാർലമെന്റിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ആ ജനപ്രതിനിധികള് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഭരണഘടന, നമ്മുടെ ഇന്ത്യയുടെ മഹത്തായ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. അങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൊടുക്കുന്ന ഈ ഭരണഘടന അവിടെ പാർലമെന്റ് ചെല്ലുമ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആൾക്കാര്, നമുക്കറിയാം, ഇന്ന് ഈ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ആലപ്പുഴയിൽ അയ്യങ്കാരിക്കും അതുപോലെ വേണുഗോപാലും ശോഭാ സുരേന്ദ്രനും അടക്കമുള്ള ആൾക്കാരും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും മഹാനായ അംബേദ്കറെ സ്മരിക്കുവാൻ അദ്ദേഹത്തിന്റെ ജയന്തി ആഘോഷങ്ങൾ നടക്കുന്ന സമയത്ത് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇവരാരും നടത്തിയിട്ടില്ല. നമ്മുടെ നാട്ടിലെ വർത്തമാന പത്രങ്ങൾ, നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ വർത്തമാന പത്രങ്ങൾ പലരുടെയും ജന്മദിനങ്ങൾ ആഘോഷിക്കുമ്പോൾ വളരെ വലിയ കവർ സ്റ്റോറിയും ഫ്രണ്ട് പേജിൽ അത്തരത്തിലുള്ള സന്ദേശം ജനങ്ങൾ എത്തിക്കുന്നുണ്ട്. എന്നാൽ നാം എല്ലാം ഈ ജനത എങ്ങനെ ഒരു മുസ്ലിങ്ങളോടും ഈ രാജ്യം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ രാജ്യത്തിന്റെ മഹത്വമാണ്. ആ ഭരണഘടനയ്ക്ക് നൽകിയ മഹാനായ ശ്രീ B.R. അംബേദ്കറിന്റെ ഈ 133ാം ജന്മദിനം ആഘോഷിക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ട ആദരവ് ഈ സമൂഹം അദ്ദേഹത്തിന് കൊടുക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്ത് സ്ഥാപനങ്ങള് ഇന്ന് ദിവസമല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഛായാചിത്രം വെച്ചുകൊണ്ട് ഒരു പുഷ്പാഞ്ജലി നടക്കേണ്ടതാണ്. അവിടേക്ക് നടത്തിക്കൊടുക്കുന്ന സംശയകരമായ സംഭവമാണ്. അപ്പൊ അത്തരത്തിലാണ് ഈ മഹാനായ അംബേദ്കറെ സ്മരിക്കുന്നതിന് നമ്മുടെ രാജ്യം അദ്ദേഹത്തോട് നീതി പുലർത്തുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് അടിയുറച്ച് പറയാൻ കഴിയുന്നത്. നമുക്കറിയാം, അംബേദ്കർ ജനിച്ചു വീഴുന്ന കാലഘട്ടത്തില് നമ്മുടെ രാജ്യത്തെ ആദ്യ വ്യവസ്ഥ അല്ലെങ്കിൽ ഭരണമാടിയ കാലഘട്ടത്തിലാണ് അംബേദ്കർ അദ്ദേഹത്തിന്റെ സമുദായം മഹത് സമുദായം, പട്ടികജാതി മതത്തിൽപ്പെടുന്ന മഹത് സമുദായത്തിൽ അദ്ദേഹം ജന്മം കൊണ്ടതാണ്. അദ്ദേഹം ജനിച്ചു വീഴുമ്പോൾ അദ്ദേഹത്തിന് സ്കൂളിൽ പഠിക്കാൻ അംഗീകാരം കൊടുക്കുന്നത് ആ കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പ്രത്യേക താല്പര്യം ഈ ജനങ്ങളോട് ഉള്ളതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് മാത്രമാണ് അംബേദ്കറിന് ആ സമയത്ത് ആ വിദ്യ അഭ്യസിക്കുവാൻ കഴിഞ്ഞത്. കാരണം നമ്മുടെ നാട്ടിലെ മനുസ്മൃതി അടക്കമുള്ള താഴ്ത്തപ്പെട്ടവൻ, അടിച്ചപ്പെട്ടവൻ അവൻ വിദ്യ അഭ്യസിക്കാൻ പാടില്ല. ഗൗഡമിസത്തിൽ പറയുന്നു, ഒരു ദളിതൻ അവൻ ഒരു അഭേദ കേട്ട് കഴിഞ്ഞാൽ അവന്റെ കൂടിപ്പോയിരിക്കണമെന്നാണ്. അവൻ അത് വായിക്കാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ അവന്റെ കണ്ണ് എടുക്കണമെന്നാണ്. അങ്ങനെ നമ്മുടെ രാജ്യത്ത് ബ്രിട്ടീഷ് ഗവൺമെന്റ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഏകാധിപതികളെ ഈ രാജ്യത്ത് പല സംഭവങ്ങളും സുഗന്ധവ്യഞ്ജനങ്ങളടക്കമുള്ള നമ്മുടെ രാജ്യത്തെ കോൺഗ്രസ് ഉണ്ടെങ്കിൽ പോലും അവർക്ക് ഏറ്റവും മഹത്തായ സംഘാടന കഴിഞ്ഞാൽ ഈ രാജ്യത്തെ വിദ്യ അഭ്യസിക്കാൻ ഒരു സ്വാതന്ത്ര്യം
ഈ ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ്. അതിന് അംബേദ്കറിനെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വിദ്യാഭ്യാസിക്കുവാൻ കഴിഞ്ഞത് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഞങ്ങൾക്ക് നൽകിയ അംഗീകാരത്തിന്റെ ഭാഗമാണെന്ന് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. പിന്നീട് അദ്ദേഹം സ്കൂളിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് മറ്റു കുട്ടികളോടൊപ്പം, അതായത് തൊട്ടുകൂടാത്തവരും തൊട്ടുകൂടാത്തവരും അന്നുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ തൊട്ടുകൂടാത്ത വിദ്യാർത്ഥികളിടയിൽ ഇരിക്കുവാൻ, ബെഞ്ചിലിരിക്കുവാൻ, അവർക്ക് വെച്ചിട്ടുള്ള അംബേദ്കറുടെ അനുവാദം ഉണ്ടായിരുന്ന കാര്യം അദ്ദേഹം താഴ്ന്നവനാണ്. അദ്ദേഹത്തിന് താഴെ ഇറച്ചാക്കിയിട്ടുള്ള ഇന്ത്യയിലെ പഠിച്ചത് ആ അനീതി സ്കൂളുകളിൽ അങ്ങനെ അദ്ദേഹം മെട്രിക്കുലേഷൻ അടക്കം വലിയ മാർക്കോട് പാസ്സായി. അന്നത്തെ ഒരു രാജാവുണ്ടായിരുന്നു, രാജാവ്. അദ്ദേഹം അംബേദ്കറിന് നല്ല വിദ്യാഭ്യാസമുണ്ട്. അദ്ദേഹത്തിന് തുടർന്ന് പഠിക്കും വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കുകയും അദ്ദേഹത്തിന് പ്രത്യേക പാഠ്യപുസ്തകം കൊടുത്തുകൊണ്ട് വിദേശ രാജ്യങ്ങളെ അങ്ങനെ അദ്ദേഹം ചെന്നപ്പെട്ടു. ജർമ്മനിയിലെ അദ്ദേഹം ചെറുപ്പകാലത്ത് വിദ്യ അഭ്യസിക്കുന്ന കാലത്ത് സംസ്കൃതം പഠിക്കണമെന്ന് അദ്ദേഹത്തിന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ ഈ പറഞ്ഞ പോലെ വേദഗ്രന്ഥങ്ങൾ പഠിക്കുവാൻ അദ്ദേഹത്തിന്റെ വേദഗ്രന്ഥമായ സംസ്കൃതം പഠിച്ചത് അങ്ങ് ബോർഡിൽ വെച്ചാണ്. ബോർഡിൽ വെച്ച് പഠിച്ച സംസ്കൃതം ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം പിൽക്കാലത്ത് ജാതി ഗ്രന്ഥം എഴുതിയത്. ആ ജാതി വെച്ച് കഴിഞ്ഞാൽ ഈ രാജ്യത്ത് മനസ്സിലാക്കാൻ കഴിയും. ഈ രാജ്യത്തെ ജനതയോട് അടിച്ചമർത്തപ്പെട്ട ജനതയോട് തദ്ദേശ ജനതയോട് നാട്ടിലെ വേദഗ്രന്ഥങ്ങളും മതഗ്രന്ഥങ്ങളും മതത്തെ കാണിച്ചു വളരെ വ്യക്തമായി ഗ്രന്ഥം. ആ ഗ്രന്ഥം അദ്ദേഹത്തിന് എഴുതാൻ കഴിഞ്ഞ അദ്ദേഹം എനിക്ക് ഞാൻ ജർമ്മനിയിൽ പോയി അല്ലെങ്കിൽ ബോണിൽ പോയി സംസ്കൃതം പഠിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് സ്ഫോടനാത്മകമായി അദ്ദേഹം വിനിയോഗിച്ചത്. ആ ഗ്രന്ഥം എഴുതുമ്പോൾ അത് ഇന്നത്തെ പാകിസ്ഥാനിൽ വെച്ചൊരു സ്ഥലത്ത് വെച്ചാണ് ആ ഗ്രന്ഥം. പിന്നെ ഇതുപോലെ സമ്മേളനം വെച്ച് അംബേദ്കറെ ക്ഷണിച്ചു. അതിന് അദ്ദേഹം അങ്ങ് ഈ സമ്മേളനത്തിൽ അധ്യക്ഷം അടങ്ങിയിരിക്കണമെന്ന് പറഞ്ഞു. എന്നാൽ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഈ രാജ്യത്തിന് ഈ കേൾക്കുന്ന ആൾക്കാർക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ എഴുതിയ ഞാൻ നിങ്ങൾക്ക് തയ്യാറാക്കി തരാം. അങ്ങനെ തയ്യാറാക്കി കഴിഞ്ഞപ്പോൾ ആ ഗ്രന്ഥം വായിച്ചു കഴിഞ്ഞപ്പോൾ അതിനെ അംബേദ്കർ താങ്കൾ കഴിയേണ്ടതില്ല, ഈ സമ്മേളനത്തിലേക്ക് താങ്കൾ കാര്യം താങ്കൾ വന്നു കഴിഞ്ഞാൽ വലിയ കാരണം പൊട്ടിപ്പുറപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ അദ്ദേഹം പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞാണ് ഞാൻ ഈ സൂചിപ്പിച്ച ജാതി എന്ന ഗ്രന്ഥം ഈ രാജ്യത്ത് പിന്നീട് പുസ്തകപ്പെടുത്തിയത്. അങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരിക്കാണ് ഭരണഘടനാ അനുഭവിച്ച ത്യാഗങ്ങള് വളരെ വലുതാണ്. ഇത്തരത്തിൽ പിന്നീട് അദ്ദേഹം നിയമസഭ ഇന്ത്യൻ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആദ്യത്തെ നിയമമന്ത്രിയായി അദ്ദേഹത്തിന് ചുമതല നൽകിയ ആ പാർട്ടി തന്നെ അല്ലെങ്കിൽ ഗവൺമെന്റ് തന്നെ അടുത്ത തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ പരാജയപ്പെടുത്തി. ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രി പരാജയപ്പെട്ടത് ബി.ആർ. അംബേദ്കറാണ്. അംബേദ്കർ ആ ഗവൺമെന്റ് അംഗീകരിക്കാൻ കഴിയില്ല. കാര്യം ഇന്നിപ്പോൾ നമ്മുടെ ബി.ആർ. അംബേദ്കറിനെ സ്മരിക്കുന്നത് ഇന്നിപ്പോൾ ദളിത് ഫൗണ്ടേഷനുകളാണ്. കൃത്യമായി ഗവൺമെന്റ് പോലും അംബേദ്കറെ സ്മരിക്കുവാൻ തയ്യാറാകുന്നില്ല. എന്നാൽ അദ്ദേഹം പണമെഴുതിയത് ഇവിടെ ദളിതർക്ക് വേണ്ടി മാത്രമായിരുന്നില്ല, സ്ത്രീകൾക്ക് വേണ്ടി ആവശ്യപ്പെട്ട പ്രത്യേക നിയമം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അംബേദ്കറിനെ ഈ പാർലമെന്റിൽ പരാജയപ്പെടുത്തിയത്. അദ്ദേഹം പറഞ്ഞു, സ്ത്രീകൾക്ക് ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് സ്വത്തിൽ അവകാശമുണ്ട്, സ്ത്രീയെ ഒഴിവാക്കാൻ കഴിയില്ല. അപ്പോൾ രാജ്യത്തെ സന്യാസിമാര്, മതസംഘടനകള്, വർഗീയവാദികള്, മതപ്രവർത്തകർ ഞങ്ങൾ പാർലമെന്റ് സംബന്ധിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെ ഇന്ത്യയുടെ പാർലമെന്റ് ഇന്ത്യയിലെ സന്യാസികൾ പറഞ്ഞു. അദ്ദേഹം അവർ പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് നൽകേണ്ട അധികാരം കഴിഞ്ഞാൽ ഞങ്ങൾ പാർലമെന്റിന് എന്ന് പറഞ്ഞപ്പോൾ താങ്കൾ അത് അവസാനിപ്പിക്കണം. ഇന്ത്യയുടെ പ്രസിഡന്റ് രാജേന്ദ്ര പറഞ്ഞു, അംബേദ്കറെ താങ്കൾ കൊണ്ടുവന്ന നിയമം പാസ്സാക്കാൻ പറ്റില്ല. നമ്മുടെ രാജ്യം പ്രത്യേക ഒരു മതത്തിന്റെ കീഴിൽ അല്ലെങ്കിൽ പ്രത്യേക സംസ്കാരത്തിന്റെ കീഴിൽ പ്രത്യേക വിഭാഗങ്ങളുടെ കീഴിൽ അടക്കി വെച്ചിരിക്കുന്ന രാജ്യമാണ്. അതുകൊണ്ട് താങ്കൾ കൊണ്ടുവന്ന ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യ സ്വതാംശത്തിൽ അവകാശം സൃഷ്ടിക്കുന്നതില്ല അവതരിപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അംബേദ്കർ തൊട്ടടുത്ത ദിവസം പാർലമെന്റിൽ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ രാജ്യത്തെ അടിച്ചമർത്തപ്പെട്ടതിന് വേണ്ടി മാത്രം സംസാരിക്കുന്നതിനാണെന്ന് നിങ്ങൾ കരുതേണ്ടതില്ല. സ്ത്രീകളെ അടിച്ചമർത്തപ്പെടാനാണ് ഈ രാജ്യത്തെ മതങ്ങള് ഈ രാജ്യത്തെ സ്ത്രീകളെ അടിച്ചമർത്തപ്പെടിക്കുകയാണ്. അതിന് ഈ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യക്ക് പങ്കാളിത്തം അവകാശം അത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ
ഇന്ത്യൻ പാർലമെന്റിൽ രാജ്യത്തെ കൊടുത്തുകൊണ്ട് ഇന്ത്യയുടെ നായകനും ഭരണഘടനാശാസ്ത്രി രാജിവെച്ച് അടുത്ത തിരഞ്ഞെടുപ്പത്തെ മത്സരിച്ചു. മഹാരാഷ്ട്രയിൽ നിന്ന് മത്സരിച്ചപ്പോൾ എതിർ സ്ഥാനാർത്ഥി കോൺഗ്രസ്സുകാരാണ്. കോൺഗ്രസ് നിർത്തി സ്ഥാനാർത്ഥി ജയിച്ചു, അംബേദ്കറെ പരാജയപ്പെടുത്തി. അങ്ങനെ ഇന്ത്യൻ നിയമമന്ത്രി അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞത് ഇന്ത്യയുടെ ബ്രിട്ടീഷ് ഏജന്റാണെന്നാണ്. ഇന്ത്യയുടെ ബ്രിട്ടീഷ് ഏജന്റാണ് അംബേദ്കർ. അതുകൊണ്ട് അംബേദ്കറെ പരാജയപ്പെടുത്തി ഇന്ത്യയിലെ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞു. അങ്ങനെ രാഷ്ട്രീയ കോമണത്തിന് പഠിക്കുന്ന ചേർന്നുകൊണ്ട് അംബേദ്കറെ പരാജയപ്പെടുത്തി. അങ്ങനെ ഇന്ത്യൻ ഭരണശില്പി ഇന്ത്യൻ പാർലമെന്റിലേക്ക് പുറത്തേക്ക് വരികയാണ്. അദ്ദേഹം അതിനുശേഷം പറഞ്ഞു, ഈ രാജ്യത്ത് ദളിത് സമൂഹം വളരെ ശോചനമായ നിലയിലാണ്. രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിൽ പോലും ഈ സമൂഹം വളരെ പഴയ കാലഘട്ടത്തിന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് മുൻപുണ്ട് ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നടക്കുന്ന കാലഘട്ടത്തില് അംബേദ്കർ വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്തു. രണ്ടിൽ നടന്ന വട്ടമേശ സമ്മേളനത്തിൽ അംബേദ്കർ അടിച്ചപ്പെടുത്തപ്പെട്ടതിന്റെ പ്രതിയായി അംബേദ്കർ വട്ടമേശ പങ്കെടുത്തു. അപ്പോൾ ആദ്യ സമ്മേളനം ഇന്ത്യൻ രാഷ്ട്രീയ മഹാത്മാഗാന്ധി ആ ഞങ്ങൾക്ക് സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന് പറഞ്ഞു. അംബേദ്കർ പറഞ്ഞു സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞു. അംബേദ്കർ പറഞ്ഞു എനിക്ക് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കണം. ഈ വട്ടമേശ എന്റെ ജനത അനുഭവത്തിലുള്ള വിഷയങ്ങൾ ഈ സമ്മേളനത്തിൽ എനിക്ക് ഈ രാജ്യം സ്വാതന്ത്ര്യമാക്കണം, ഈ രാജ്യത്തിന് മാത്രം സ്വാതന്ത്ര്യം ലഭിച്ചാൽ എന്റെ ജനത എടുക്കണം. അതിന് വട്ടമേശത്തിൽ ഞാൻ അറിയുമെന്ന് പറഞ്ഞുകൊണ്ടാണ് സമ്മേളനത്തിൽ മഹാനായ അംബേദ്കർ പങ്കെടുത്ത ഈ രാജ്യത്ത് അടിച്ചമർത്തപ്പെട്ടവരുടെ അവകാശങ്ങൾ കൊണ്ട് അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനോട് അംബേദ്കർ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അംബേദ്കർ താങ്കൾ ഇന്ത്യൻ രാജ്യം സ്വതന്ത്രമായാലും അടിച്ചമർത്തപ്പെടേണ്ട അച്ഛനമായി ഇനിയും പറഞ്ഞു. ആകെ കുറച്ചിലിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ പാർട്ടി പറഞ്ഞത് ബ്രിട്ടീഷുകാരുടെ ഏജന്റാണ് മഹാത്മാ അംബേദ്കർ എന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് ഇന്നിപ്പോൾ ഭാര്യ കാലഘട്ടത്തിൽ ഈ സംവരണം നമുക്കറിയാം. സംവരണ മണ്ഡലം സംവരണ മണ്ഡലങ്ങളാണ്. കുത്തിയോട് പഞ്ചായത്തിൽ കൊണ്ട് പള്ളിത്തോടിൽ നടപ്പാക്കാൻ പോയപ്പോൾ സംവരണം നടപ്പാക്കാൻ അംബേദ്കർ ആവശ്യപ്പെട്ടു. എന്റെ ജനതയ്ക്ക് ഇന്ത്യൻ പാർലമെന്റില് ഈ രാജ്യത്തെ നീതിന്യായ സംവിധാനമില്ല, ഈ രാജ്യത്തെ സർക്കാർ എന്റെ ജനതയ്ക്ക് അംഗീകാരം നൽകാം എന്ന് അംബേദ്കർ തുറന്നടിച്ചു പറഞ്ഞു. അങ്ങനെ ഭരണഘടന സ്വാതന്ത്ര്യ കാലഘട്ടത്തില് പ്രത്യേക അധികാരങ്ങൾ ഞങ്ങൾക്ക് വേണം ആവശ്യപ്പെട്ടു. മഹാത്മാഗാന്ധിയുടെ അന്നത്തെ സംഘടനാ പാർട്ടികളും അതിനെ എതിർത്തു. ഇവിടുത്തെ അടിച്ചമർത്തപ്പെട്ട ജനത പ്രത്യേക സംവരണങ്ങൾക്ക് ആവശ്യമില്ല, പൊതുവായ രീതിയിൽ രാജ്യം പോയാൽ മതി എന്നൊരു തീരുമാനം ഈ രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും എടുത്തു. അംബേദ്കറിനെ ശക്തമായി എതിൽ ബാധിച്ചു. അങ്ങനെ ഈ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഈ രാജ്യത്തെ പട്ടികജാതിക്കാരന് മുസ്ലിമന് ഇന്നത്തെ സമുദായങ്ങൾക്ക് അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വം പറഞ്ഞു. അങ്ങനെ അത് നടപ്പാക്കുന്ന ഘട്ടങ്ങൾ ഇന്ത്യയിൽ അടിച്ചമർത്തപ്പെട്ടത് ഇന്ത്യൻ നീതിന്യായ സമിതികളില് ഇന്ത്യൻ സർവീസില് അടക്കം കേരള അടിച്ചമർത്തപ്പെട്ടതിന് നമ്മുടെ ഇന്ത്യയുടെ മഹാത്മാഗാന്ധി എന്തിനു പ്രഖ്യാപിച്ചു? ഇന്ത്യയിൽ പ്രത്യേക ശിക്ഷണം ദളിതന് നൽകേണ്ടതില്ല. അങ്ങനെ സമരം ഭരണം ഇന്ത്യയുടെ മഹാത്മാഗാന്ധി ഏർവാദ ജയിലിൽ മരണം വരെ സമരം പ്രഖ്യാപിച്ചു. സമരം പിന്നിട്ട് ഈ രാജ്യത്തെ ദളിത് നേതാക്കന്മാർ അംബേദ്കറെ കണ്ടു. അംബേദ്കറെ സ്ഥിതി ഗുരുതരമായ അവസ്ഥയിലേക്ക് പോവുകയാണ്. നമുക്ക് മുന്നോട്ട് കാര്യം മഹാത്മാഗാന്ധിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യത്തിന്റെ നേരവകാശം നാം ഈ രാജ്യം ആക്രമിക്കാൻ നാം നമ്മുടെ ജനത അതുകൊണ്ട് അംബേദ്കർ ഈ രാജ്യത്തെ മുഴുവൻ